السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അടുത്തതായി സൂറത്തുൽ ഫലഖാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. അപ്പോൾ ഈ സൂറത്ത് രണ്ട് പേരിലാണ് സൂറത്ത് അറിയപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തേത് സൂറത്തുൽ ഫലഖ് എന്നും രണ്ടാമത്തേത് ആ ആയത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഈ രണ്ട് പേരുകളിൽ ഈ സൂറത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പേര് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന രൂപത്തിൽ ഈ സൂറത്ത് അറിയപ്പെടാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരോട് പറയുന്നുണ്ട്, അലം തറ ആയാതിൻ ഉൻസിലത് അല്ലൈല ലം യുറാ മിസ്ലുഹുന്ന ഖത്തു. ഇന്നലെ രാത്രി എന്ത് ചെയ്തിട്ടുണ്ട്? ചില ആയത്തുകൾ അവതരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ അവതരിച്ചിട്ടില്ല. ഏതാണത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അപ്പോൾ ആ രൂപത്തിലാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന പേരിലും ഈ സൂറത്ത് അറിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ ബാക്കി സൂറത്തിലേക്ക് ചേർത്തി പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ മൂന്ന് സൂറത്തും പരിഗണിച്ചുകൊണ്ടുള്ള പേരെന്താണ്? അൽ മുഅവ്വിദാത്ത് എന്നാണ് പേര്. എന്നാൽ അതേ സന്ദർഭത്തിൽ രണ്ട് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഇത് പരിഗണിച്ചുകൊണ്ടുള്ള പേരെന്താണ്? അൽ മുഅവ്വിദതൈനി എന്നാണ്. അൽ മുഅവ്വിദതൈനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരോട് പല സന്ദർഭത്തിലായിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സൂറത്ത് പാരായണം ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഒന്നാമത്തേത് നിസ്കാരത്തിന് ശേഷമാണ്. ഹദീസുകൾ നമ്മൾ സൂചിപ്പിക്കുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ വായിച്ചതാണ് ഹദീസുകൾ. ഒന്നാമത്തേത് നിസ്കാരത്തിന് ശേഷം. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് തൗറാത്തിലോ ഇഞ്ചീലിലോ ഫുർഖാനിലോ ഇതുപോലെയുള്ള സൂറത്ത് എന്ത് ചെയ്തിട്ടില്ല? അവതരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രയും പ്രത്യേകതകൾ പ്രസ്തുത സൂറത്തിനുണ്ട്. മൂന്നാമത്തേത് രാവിലെകളിലും വൈകുന്നേരങ്ങളിലും ആരെങ്കിലും 3 പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് തക്ഫീക മിൻ കുല്ലി ഷൈ, എല്ലാ കാര്യത്തിനും അവരെന്താണ്? ആ സൂറത്ത് പാരായണം ചെയ്ത സൂറത്ത് മതിയാകുന്നതാണ്. നാലാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായി വല്ല ബുദ്ധിമുട്ടും ബാധിച്ചു കഴിഞ്ഞാൽ ഈ സൂറത്ത് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് സ്വന്തത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിക്കുമായിരുന്നു എന്നാണ്. അഞ്ചാമത്തേത് ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിലെല്ലാം
ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശരീരത്തിന് തടവിക്കൊണ്ടായിരുന്നു തൻ്റെ ഉറക്കം ആരംഭിക്കാറുണ്ടായിരുന്നത്. ആറാമത്തേത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചതിൽ വെച്ച് വളരെ പ്രത്യേകതകളുള്ള ചില സൂറത്തുകളിൽ പെട്ടതാണ് ഏത്? സൂറത്തുൽ ഫലഖ് എന്ന സൂറത്ത്. ഏഴാമത്തെ പ്രത്യേകത എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ച സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ രണ്ട് സൂറത്തുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളിൽ പറയപ്പെടുന്ന കാര്യം. ഇനി ഈ സൂറത്ത് എവിടെയാണ് അവതരിച്ചത് എന്നുള്ളതാണ്. മക്കയിലാണോ അതല്ല ഹിജറക്ക് മുമ്പാണോ ഹിജറക്ക് ശേഷമാണോ? അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. മക്കിയാണ് എന്നും മദനിയാണ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൂറത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അടുത്തത് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ത് എന്നുള്ളതാണ്. എന്താണ് ഈ സൂറത്തിലെ പ്രതിപാദ്യ വിഷയം? അൽ ഇസ്തിആദതു മിൻ ജമീഇ അൻവാഇ ശുറൂരി ഉമൂമൻ വ ഖുസൂസൻ. എല്ലാ ഷർറിൽ നിന്നും എല്ലാ തിന്മയിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുന്നതാണെന്ത്? ഈ സൂറത്തിൽ പറയുന്ന വിഷയം. എല്ലാ ഷർറിൽ നിന്നും. അപ്പോൾ ഷർറ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണോ അതിൻ്റെ പരിധിയിൽ വരുന്നത്, ആ ഷർറിൽ നിന്നെല്ലാം ആരോട് നമ്മൾ ശരണം തേടണം? അള്ളാഹുവിനോട് നമ്മൾ ശരണം തേടേണ്ടതുണ്ട്. നമുക്ക് സ്വന്തം എന്ത് ചെയ്യാൻ പറ്റൂല? തടുത്തു നിർത്താൻ പറ്റൂല. അള്ളാഹുവിൻ്റെ സഹായം, മേലായ റബ്ബിൻ്റെ സഹായം ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ആ ഷർറുകളെല്ലാം തടുത്തു നിർത്താൻ പറ്റുള്ളൂ എന്നാണ് ഈ സൂറത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത്? പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ സൂറത്ത് ആരംഭിക്കുന്നത് ഖുൽ, നബിയെ താങ്കൾ പറയുക, അഊദു, എന്താണ് പറയേണ്ടത്? ഞാൻ ശരണം തേടുന്നു, ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ റബ്ബിൽ നിന്ന്, പുലരിയുടെ റബ്ബിനോട് ഞാൻ എന്ത് ചെയ്യുന്നു? ശരണം തേടുന്നു. അപ്പോൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നു? ഞാൻ ശരണം തേടുന്നു എന്നെന്ത് ചെയ്യണം? നബിയെ താങ്കൾ പറയണം. അപ്പോൾ ഈ സൂറത്ത് അവതരിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ചില സൂറത്ത് അവതരിക്കാൻ എന്തുണ്ടാകും? കാരണങ്ങളുണ്ടാകും. എല്ലാ സൂറത്തുകളും അവതരിക്കാൻ കാരണമുണ്ടാകണമെന്നില്ല. എന്നാൽ ചില സൂറത്തുകളും ചില ആയത്തുകളൊക്കെ അവതരിക്കാൻ കാരണം ഉണ്ടാകും. അതിനെയാണ് അറബിയിൽ സബബുൻ നുസൂൽ എന്ന് പറയാം, ഇറങ്ങാനുള്ള കാരണം. അപ്പോൾ ഈ സൂറത്ത് അവതരിക്കാനുള്ള കാരണമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൻ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു ഖാൽ, സെയ്ദ് ബിൻ അർഖം എന്ന സ്വഹാബി പറയാൻ, സഹറ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലുൻ മിനൽ യഹൂദ്, യഹൂദികളിൽപ്പെട്ട ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്തു. ഫഷ്തക, അങ്ങനെ റസൂൽ പ്രയാസപ്പെട്ടു. ഫഅതാഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു. ഫനസല അലൈഹി ബിൽ മുഅവ്വിദതൈൻ, ജിബ്രീൽ വരുന്നത് രണ്ട് സൂറത്തുകളുമായിട്ടാണ്, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. വഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്ന റജുലൻ മിനൽ യഹൂദി സഹറക്, ഓ പ്രവാചകരെ താങ്കൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു യഹൂദിയായ മനുഷ്യൻ സിഹർ ചെയ്തു വെച്ചിട്ടുണ്ട്. വസിഹ്റു ഫീ ബിക്രി ഫുലാൻ, സിഹർ എവിടെയുള്ളത്? ഇന്ന കിണറ്റിലാണ് സിഹറുള്ളത്. ഫഅർസല അലിയൻ ഫജാഅ ബിഹി, അങ്ങനെ എന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹുവിനെ ആ സിഹർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കിണറ്റിലേക്ക് അയച്ചു. അങ്ങനെ അലി റളിയല്ലാഹു എന്ത് ചെയ്തു? ആ സിഹർ കൊണ്ടുവന്നു. ഫഅമറഹു അൻ യഹുല്ലൽ ഉഖദ, അങ്ങനെ കെട്ടുണ്ടാവും, ആ സിഹർ കെട്ടപ്പെട്ട രൂപത്തിലായിരിക്കും, ആ കെട്ടുകൾ അഴിക്കാൻ പറയും. വയഖറഉ ആയതൻ, അങ്ങനെ എന്ത് ചെയ്യും? ഓരോ ആയത്തും പാരായണം ചെയ്യും. ഫജഅല യഖറഉ വയഹുൽ, ഓരോ ആയത്തും പാരായണം ചെയ്യും, ഓരോ കെട്ടും എന്ത് ചെയ്യും? അങ്ങനെ അത് ഓരോ കെട്ടും ഒഴിവാക്കും. ഹത്ത ഖാമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നമാ ഉൻഷിത മിൻ ഇഖാൽ, അങ്ങനെ ഓരോ കെട്ടും പോകുമ്പോൾ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായ ആരോഗ്യവാനായി മാറുന്നതാണ്. ഫമാ ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിദാലികൽ യഹൂദിയി ഷൈഅൻ മിമ്മാ സനഅ ബിഹി വലാ അറാഹു ഫി വജ്ഹിഹി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? ഇതിൻ്റെ പേരിൽ ആ യഹൂദിയെ ശിക്ഷിക്കുകയോ ആ യഹൂദിയോട് മോശമായ രൂപത്തിൽ വർത്തിക്കുകയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അത് റസൂലിൻ്റെ അങ്ങേയറ്റത്തെ സ്വഭാവത്തെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നാണ്. അപ്പോൾ ഈ സൂറത്ത് അവതരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു? സിഹർ ചെയ്തു. ആ സിഹർ ചെയ്ത സന്ദർഭത്തിൽ നബിക്ക് ആ സിഹറിൽ നിന്നുള്ള മോചനമായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സൂറത്ത് അവതരിക്കുന്നുള്ളത്. അതാണ് ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ ആഴത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ, കുൽ, നബിയെ താങ്കൾ പറയണം, അഊദു ബിറബ്ബിൽ ഫലഖ്,
പുലരിയുടെ റബ്ബിൽ നിന്ന്, പുലരിയുടെ റബ്ബിനോട് ശരണം തേടുന്നു. അതായത് അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നു? ശരണം തേടുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ ഉദ്ദേശം ഫഇന്നൽ ഫലഖ സുബ്ഹ് അല്ലദീ ഹുവ മബ്ദഉ ളുഹൂരി നൂർ വഹുവ അല്ലദീ യത്റുദു ജയ്ശൽ ളലാം. അപ്പോൾ പുലരിയുടെ റബ്ബിനോട് എന്ത് ചെയ്യുന്നു? ശരണം തേടുന്നു. അപ്പോൾ പുലരിയുടെ റബ്ബ് എന്ന് പറയുമ്പോൾ പുലർച്ചയിൽ എന്താ ഉണ്ടാവുക? നല്ല പ്രകാശമാണ് ഉണ്ടാവുക, നല്ല പ്രകാശമാണ് ഉണ്ടാവുക. അപ്പോൾ ആ റബ്ബിനോട് എന്ത് ചെയ്യുന്നു? ശരണം തേടുന്നു. അപ്പോൾ പ്രകാശം പരത്തുന്ന റബ്ബിനെ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? രാത്രിയുടെ ഷർറിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് പുലരിയുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അള്ളാഹു അടിമകളെ ളുലുമാത്തിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് ആയത്തിൽ പറയുന്നത് അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അപ്പോൾ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അതായത് ഇവിടെ ഇരുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കുഫ്റാണ്. കുഫറിൽ നിന്ന് ഈമാൻ, പ്രകാശമായ ഈമാനിലേക്ക് എന്ത് ചെയ്യും? അള്ളാഹു തന്നിൽ വിശ്വസിച്ച അള്ളാഹുവിൻ്റെ വലിയകളെ അള്ളാഹു നയിക്കും എന്ന് പറയാം. അപ്പോൾ ഇവിടെ രാത്രിയുടെ എല്ലാ ഷർറുകളിൽ നിന്നും, രാത്രി ഉണ്ടാകുന്ന എല്ലാ തിന്മയിൽ നിന്നും ആരോടാണ് ശരണം തേടുന്നത്? പുലരിയുടെ റബ്ബിനോട്, പ്രകാശത്തിൻ്റെ ഉടമയായ ആ റബ്ബിനോടാണ് എന്ത് ചെയ്യുന്നത്? ശരണം തേടുന്നത്. ഇനിയോ മറ്റൊന്ന്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല വിശുദ്ധ ഖുർആൻ, മറിച്ച് അള്ളാഹുവിൽ നിന്നാണ് എന്ത്? ഈ വിശുദ്ധ ഖുർആൻ എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ആയത്തിൽ എന്താ പറയുന്നത്? കുൽ നബിയെ താങ്കൾ പറയണം. എന്താ പറയേണ്ടത്? അഊദു ബിറബ്ബിൽ ഫലഖ്, ഞാൻ എന്ത് ചെയ്യുന്നു? ഫലക്കിൻ്റെ, പുലരിയുടെ റബ്ബിനോട് ശരണം തേടുന്നു. അപ്പോൾ എന്താണ് പറയേണ്ടത് എന്നും പറയണമെന്നും എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പോയിട്ട് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയണം അള്ളാഹു അൽഹംദുലില്ലാ എന്ന് പറയണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാം? അൽഹംദുലില്ലാ എന്ന് മാത്രമാണ് പറയാം. പക്ഷെ ഇവിടെ അതല്ല, കുൽ എന്നും പറഞ്ഞു, ശേഷമുള്ളതും പറഞ്ഞു. അപ്പോൾ രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞു, റസൂൽ എന്ത് ചെയ്തു? അത് പറഞ്ഞു, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂട്ടിച്ചേർക്കുവാനോ കുറക്കാനോ എന്തല്ല, റസൂലിന് യാതൊരു അനുമതിയുമില്ല. ഒരു സഹാബി ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഹാദാ ഹുവ സുആൽ അല്ലദി ഔറദഹു ഉബയ്യ് ഇബ്നു കഅബ് അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഐനിഹി വഅജാബഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈസു ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖീല ലി ഫഖുൽതു. എന്നോട് അല്ലാഹു പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു? അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. വതഹ്ത ഹാദാ സിർരി അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ലഹു ഫിൽ ഖുർആനി ഇല്ലാ ബലാഗുഹു. അപ്പോൾ റസൂലിനെ സംബന്ധിച്ചിടത്തോളം റസൂലിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് എന്താ? ഖുർആൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില പിഴച്ച കക്ഷികൾക്ക് എന്തുണ്ട്? മറുപടിയുണ്ട്. ചില പിഴച്ച കക്ഷികൾക്ക് മറുപടിയുണ്ട്. പ്രത്യേകിച്ചും മുഅ്തസിലാക്കൾക്കും ജഹ്മികൾക്കുമാണ്. അവർ പറഞ്ഞു വെക്കുന്നത് ഹാദൽ ഖുർആനുൽ അറബി വഹാദൻ നൽമു കലാമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖുർആൻ ആരുടെ വാക്കെന്നാണ് അവർ പറയുന്നത്? നബിയുടെ വാക്കാണ്. നബിയിൽ നിന്നാണ് ഖുർആൻ ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണെന്ത്? ഈ വിശുദ്ധ ഖുർആൻ. കാരണം അള്ളാഹു പറയണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ പറയണം എന്ന വാക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? ഖുർആൻ റസൂലിൽ നിന്നല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നാണ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു എന്ന് നബിയെ താങ്കൾ എന്ത് ചെയ്യണം? പറയണം. എന്നിട്ട് പറയണം എന്തിൽ നിന്നാണ് ശരണം തേടേണ്ടത്? മിൻ ശർരി മാ ഖലഖ, മിൻ ശർരി തിന്മയിൽ നിന്ന്. എങ്ങനെയുള്ള തിന്മ? മാ ഖലഖ, അള്ളാഹു സൃഷ്ടിച്ച ചില സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികളിൽ എന്തുണ്ടാകാം? ഷർറുണ്ടാകാം. ആ സൃഷ്ടികളിൽ ഷർറുണ്ടാകാം. ആ സൃഷ്ടികളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ശരണം തേടുന്നു. ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഷർറിൽ നിന്നും എന്ത് ചെയ്തു? ഈ ആയത്ത് പാരായണം ചെയ്യുന്നതോടുകൂടി അള്ളാഹുവിനോട് ശരണം തേടിയിട്ടുണ്ട്. എല്ലാ ഷർറിൽ നിന്നും, എല്ലാ തിന്മയിൽ നിന്നും, അള്ളാഹു സൃഷ്ടിച്ച എന്തൊക്കെ സൃഷ്ടികളുണ്ടോ അതിൻ്റെ എല്ലാം തിന്മയിൽ നിന്ന് ശരണം തേടി.
അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിനൽ ജാന്നി വഅൈനിൽ ഇൻസാൻ. ഒരു മനുഷ്യൻ്റെ കണ്ണേറ് തട്ടുന്നതിന് തൊട്ടും ജിന്നുകളെ തൊട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരണം തേടാറുണ്ടായിരുന്നു. ഹത്താ നസലത് അൽ മുഅവ്വിദതാൻ. ഏതുവരെ? ഈ 2 സൂറത്തുകൾ അവതരിക്കുന്നത് വരെ. ഈ 2 സൂറത്തുകൾ അവതരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 സൂറത്ത് എന്ത് ചെയ്യും? പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. കാരണം അതിലെന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ തിന്മയിൽ നിന്നുമുള്ള ശരണം ആ 2 സൂറത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ഹദീസ് ഖൗല ബിൻത് ഹക്കീമിൻ അസ്സുലമിയ്യ റളിയല്ലാഹു അൻഹ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. മൻ നസല മൻസിലൻ, ആരെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങി, സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ലം യദുർറഹു ഷൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക്. പിന്നെന്താ ചെയ്യൂല? അവനെ യാതൊരു ഉപദ്രവവും അവനെ ബാധിക്കൂല എന്നാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മേൽ സുന്നത്തായി പറയപ്പെടാൻ പഠിപ്പിച്ചൊരു ദിക്റാണെന്ത്? അഊദു ബില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അപ്പോൾ അത് രാവിലത്തെ വൈകുന്നേരങ്ങളിലെ പ്രാർത്ഥനകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ നിത്യമാക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഹദീസ് ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൻ്റെ അടുക്കൽ ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ ലഖീതു മിൻ അഖറബിൻ ലദഗത്നി അൽ ബാരിഹ. എന്നെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചെറിയൊരു പ്രാണി എന്ത് ചെയ്തിട്ടുണ്ട്? എന്നെ കടിച്ചിട്ടുണ്ട് എന്ന് പറയും. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് അമാ ലൗ ഖുൽത ഹീന അംശൈത, വൈകുന്നേരങ്ങളിൽ നീ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്ത് ചെയ്യുമായിരുന്നു? എല്ലാത്തിൽ നിന്നുമുള്ള കാവൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സിന് എന്തുണ്ടാകണം? വല്ലാത്ത തവക്കുലും വല്ലാത്തൊരു സമാധാനവും നമുക്കുണ്ടാകണം. കാരണം നമുക്കറിയാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? എല്ലാ ഷർറും തടുത്ത് വെക്കുക എന്നുള്ളത് നമ്മെക്കൊണ്ട് സാധിക്കൂല. മറിച്ച് പലപ്പോഴും നമുക്ക് അത് അനുഭവപ്പെടും. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞ് സഞ്ചരിക്കുന്ന സഞ്ചാരങ്ങളിൽ എന്തുണ്ടാകും? വല്ലാത്ത ഒരു ബറക്കത്തും അനുഗ്രഹവും അള്ളാഹുവിങ്കലിൽ നിന്ന് ഉണ്ടാകും. അപ്പോൾ ആ പ്രാർത്ഥനകൾ ആ സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു വിഷയമാണ്, ചില ആളുകൾക്കുള്ള മറുപടി എന്തുണ്ട് ഈ ആയത്തിലുണ്ട്. ചില ആളുകൾ പറഞ്ഞു വെക്കുന്നത് ഇന്നല്ലാഹ ലം യഖ്ലുഖി ശർറ. അപ്പോൾ ഷർറ് അള്ളാഹു അല്ല സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷർറും ഖൈറും എല്ലാം സൃഷ്ടിച്ചവനാണ് ആരാണ്? അള്ളാഹുവാണ്. എല്ലാം സൃഷ്ടിച്ചത് റബ്ബാണ്. അപ്പോൾ റബ്ബല്ല സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ വേറൊരു സൃഷ്ടാവുണ്ട് എന്ന രൂപത്തിലേക്കാണ് എന്ത് ചെയ്യുക? വ്യാഖ്യാനങ്ങൾ എത്തിപ്പെടുക. എന്നാൽ അള്ളാഹു ആണ് ഖൈറും സൃഷ്ടിച്ചത്, അള്ളാഹു ആണ് ഷർറും സൃഷ്ടിച്ചത്. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വശർറു ലൈസ ഇലൈക്, റബ്ബേ ഷർറ് എന്തല്ല? നിന്നിലേക്കുള്ളതല്ല എന്നും പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് കാര്യം ചെയ്താലും അതിലെന്തേ അതിൻ്റെ പിന്നിലുള്ളൂ? ഖൈറ് മാത്രമേ അതിൻ്റെ പിന്നിലുള്ളൂ. ചിലപ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം നമ്മുടെ ബുദ്ധിക്ക് എന്തുണ്ട്? അങ്ങേയറ്റത്തെ പരിമിതി നമ്മുടെ ബുദ്ധിക്കുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മുന്നിൽ കീഴൊതുങ്ങുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ കീഴൊതുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. രണ്ടാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യൂല? അള്ളാഹു ഷർറ് ഉദ്ദേശിക്കുകയില്ല. അള്ളാഹു ഒരിക്കലും ഷർറ് ഉദ്ദേശിക്കുകയില്ല, മറിച്ച് ഖൈറ് മാത്രമേ അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിലും എന്തില്ല? ഷർറില്ല. അള്ളാഹുവിൽ ഷർറില്ല, അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിലും ഷർറില്ല. അള്ളാഹുവിൻ്റെ മഫ്ഊലിലാണെന്ത്? ഷർറ്. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികൾ ഉണ്ടാവുമല്ലോ, ആ സൃഷ്ടികളിലാണ് എന്തുള്ളത്? ഷർറുള്ളത് എന്നാണ്. അപ്പം അള്ളാഹുവിൽ ഷർറില്ല, അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിൽ ഷർറില്ല. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പുണ്ടാവും, അതിലാണെന്ത്? ഷർറ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വശർറു ലൈസ ഇലൈക്. ഷർറ് ആർക്കുള്ളതല്ല? നിന്നിലേക്ക് ചേർക്കപ്പെടുന്നതല്ല. അപ്പം അള്ളാഹുവിലേക്ക് നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഖൈറ് മാത്രമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ദുനിയാവിൽ ഷർറുണ്ടോ എന്ന് വെച്ചാൽ ഷർറുണ്ട്. അത് ഏതിലുള്ളത്? സൃഷ്ടിപ്പിലാണ് എന്തുള്ളത്? ഷർറുള്ളത്. അള്ളാഹുവിലോ അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിലോ
യാതൊരു ഷർറുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ ഷർറിൽ നിന്നും, സൃഷ്ടിച്ചവയുടെ ഷർറിൽ നിന്ന് ശരണം തേടുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഷർറ് എന്താ? നമ്മുടെ നഫ്സാണ്. ഏറ്റവും വലിയ ഷർറ് നമ്മുടെ നഫ്സാണ്. കാരണം നഫ്സ് എപ്പോഴും എന്ത് ചെയ്യും? തിന്മയിലേക്കാണ് എന്ത് ചെയ്യുക? ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുക എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് മിൻ ശർരി മാ ഖലഖ, സൃഷ്ടിച്ചവയുടെ ഷർറിൽ നിന്നെന്ന് പറയുമ്പോൾ നമ്മൾ എന്തിൽ നിന്നാണ് ആദ്യമായി ശരണം തേടുന്നത്? നമ്മുടെ സ്വന്തം നഫ്സിൽ നിന്നാണ്. കാരണം നഫ്സ് ചെറിയൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ നഫ്സ് ആഗ്രഹിക്കൽ എന്താണ്? തിന്മക്കാണ് എന്ത് ചെയ്യുക? നഫ്സ് ആഗ്രഹിക്കുക എന്നാണ്. അതാണ് മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നത്. നിന്റെ ഒഴിവു സമയങ്ങൾ നീ നന്മയിൽ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നഫ്സ് എന്ത് ചെയ്യും? തിന്മയിലേക്കാണ് എന്ത് ചെയ്യുക? നിന്നെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു വർത്താനാണ്. കാരണം നമുക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടും, നമ്മൾ വളരെ കൃത്യമായി നന്മക്ക് വേണ്ടി നഫ്സിനെ മാറ്റി വെച്ചിട്ടില്ല എങ്കിൽ നഫ്സ് തനി എന്ത് ചെയ്യും? തിന്മയിൽ മുഴുകുന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യൻ ഏറ്റവും കൂടുതൽ വഞ്ചിതനായത് 2 അനുഗ്രഹങ്ങളിലാണ്. ഒന്ന് തൻ്റെ ഒഴിവു സമയവും ആരോഗ്യവുമാണ്. അപ്പോൾ ആ ഒഴിവു സമയം നമ്മൾ വളരെ കൃത്യമായി നന്മയിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ തനിയെ എന്ത് ചെയ്യും? അത് തിന്മയിലായിരിക്കും മുന്നോട്ട് പോവുക. എന്നിട്ട് 3-ാമത്തെ ആയത്തിൽ പറയാണ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. അപ്പോൾ ഷർറിൽ നിന്ന്, എങ്ങനെയുള്ള ഷർറ്? ഗാസിഖ്. ഗാസിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ഇരുട്ടുള്ള രാത്രിക്കാണ് എന്ത് പറയാം? ഗാസിഖ് എന്ന് പറയാം. അങ്ങേയറ്റത്തെ ഇരുട്ടുള്ള രാത്രി. അപ്പം അങ്ങനെയുള്ള രാത്രിയിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുന്നു. എപ്പോൾ? ഇദാ വഖബ, അങ്ങനെയുള്ള രാത്രിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള രാത്രിയിൽ നിന്ന് റബ്ബിനോട് ശരണം തേടുന്നു. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്തിൽ, സൂറത്തുൽ ഇസ്രായിലെ 78-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത് അഖിമിസ് സ്വലാത്ത ലിദുലൂഖി ശംസി ഇലാ ഗസഖിൽ ലൈൽ. ഗസഖുൽ ലൈൽ എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ രാത്രിയുമായി ബന്ധപ്പെട്ടാണ് ഗസഖ് എന്ന പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നളറ ഇലൽ ഖമർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനിലേക്ക് നോക്കി. എന്നിട്ട് പറയാണ് യാ ആയിഷ, ഓ ആയിഷ, ഇസ്തഈദി ബില്ലാഹി മിൻ ശർരി ഹാദാ, ഇതിൻ്റെ ഷർറിൽ നിന്ന്, രാത്രിയുടെ ഷർറിൽ നിന്ന് നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് കാവലിനെ തേടണം. ഫഇന്ന ഹാദാ ഹുവൽ ഗാസിഖു ഇദാ വഖബ, അതെന്താണ്? ഗാസിഖാണ്, അത് രാത്രിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഷർറിൽ നിന്ന് നീ അള്ളാഹുവിനോട് കാവലിനെ തേടണം. അപ്പോൾ രാത്രി എന്തൊക്കെ പറഞ്ഞാലും എന്താണ്? ഒരുപാട് ഷർറുകൾ രാത്രിയുണ്ട്. നമ്മുടെ നാട് അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കുറച്ചു കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? എത്തിപ്പെടുക. നൈറ്റ് ലൈഫ് എന്നതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരുപാട് തിന്മക്കുള്ള വലിയ വാതിലുകളാണ് എന്ത് ചെയ്യുന്നത്? ഇനി തുറക്കപ്പെടാൻ പോകുന്നത്. ആളുകളുടെ ജീവിത ശൈലിയൊക്കെ ദിനേന മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാതൊരു ഖൈറും അതിലില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. രാത്രി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്ര തന്നെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാലും അത് നമുക്ക്, നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിനും എന്താണ്? വലിയ രൂപത്തിലുള്ള അപകടം അത് സൃഷ്ടിക്കും. അപ്പോൾ അതിനുള്ള ഒരു സൂചനയാണ് എന്ത്? ഈ ആയത്തും. രാത്രി ഷർറാണ്, എത്ര തന്നെ ഖൈറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലെന്തുണ്ട്? ഒരുപാട് ഷർറുകൾ അതിലുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ശൈലി പരിശോധിച്ചു കഴിഞ്ഞാൽ റസൂൽ ഇശാ കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? പെട്ടെന്ന് തന്നെ ഉറങ്ങാറുണ്ടായിരുന്നു എന്നാണ്. അതാണെന്ത്? ആരോഗ്യത്തിനും ദീനീപരമായിട്ടും ഏറ്റവും യോജിച്ചത് അതാണ്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ദീനീപരമായി ചെയ്യാനുണ്ട് എങ്കിൽ ഉറക്കമൊഴിക്കാം എന്നല്ലാതെ വെറുതെ സമയം ചെലവഴിക്കുക, വെറുതെ സമയം കളയുക എന്നത് ഒരിക്കലും യോജിച്ചതല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതാണ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുളടയുമ്പോഴുള്ള രാത്രിയുടെ കെടുതിയിൽ നിന്ന്, ഷർറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് ശരണം തേടുന്നു. എന്നിട്ട് അടുത്ത ആയത്ത് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടുന്നു. അപ്പോൾ ഈ ആയത്തും മുമ്പത്തെ ആയത്തും തമ്മിൽ സാമ്യത ഉണ്ട്. ഈ ആയത്തും മുമ്പത്തെ ആയത്തും തമ്മിലുള്ള സാമ്യതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം രാത്രിയിലാണ് ഈ പറയുന്ന കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ എന്ത് ചെയ്യാം? അവർ ചെയ്യുന്ന സിഹ്ർ എന്ന പണി അവർ ചെയ്യപ്പോഴാണ്? അധികവും രാത്രിയിലാണ്.
അതുകൊണ്ടാണ് ആ രാത്രി പറഞ്ഞതിന് ശേഷം, രാത്രിയുടെ ഷർറിൽ നിന്ന് എന്ന് പറഞ്ഞതിന് ശേഷം ഉടൻ എന്ത് പറഞ്ഞത്? ഈ പറയുന്ന ഒമിൻ ശർരി അന്നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവയുടെ ഷർറിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? കെട്ടുകളിൽ ഊതുന്നവയുടെ ഷർറിൽ നിന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സാഹിര്യങ്ങളാണ്. സിഹർ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്തരക്കാരുടെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു എന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അപ്പോൾ ഈ പറയുന്ന സാഹിര്യങ്ങൾക്ക് അവർക്ക് തോന്നുന്ന രൂപത്തിൽ മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു എന്ത് ചെയ്യണം? അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഉണ്ടായാൽ എന്ത് നടക്കുള്ളൂ? ഭൂമിയിൽ എന്തും നടക്കുള്ളൂ. അപ്പം അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഉണ്ടായാൽ മാത്രമാണ് ഈ സാഹിര്യങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാത്ത ഒന്നും നടക്കൂല. അപ്പം അവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കരുത്? അള്ളാഹു അതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം. അള്ളാഹുവിൻ്റെ ഇദ്ന്, അള്ളാഹു ഒരു കാര്യത്തിന് അനുമതി നൽകുക എന്നുള്ളത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് പ്രാപഞ്ചികമായ രൂപത്തിൽ അള്ളാഹു അനുമതി നൽകും. മറ്റൊന്നോ ശറഈയായ അനുമതി. അപ്പം ശറഈയായ അനുമതിയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. നിസ്കരിക്കുക, നോമ്പ് നോക്കുക, ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അനുമതികളാണ്, അള്ളാഹുവിൻ്റെ ഇദ്നാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണെന്ത്? ശിർക്ക് നടക്കുക, തിന്മ നടക്കുക. ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഭൂമിയിൽ നടക്കണില്ലേ? നടക്കുന്നുണ്ട് താനും. അപ്പം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലേ നടക്കുന്നത്? ആണ്. അപ്പം എന്ത് തിന്മയാകട്ടെ അത് അള്ളാഹുവിൻ്റെ ഖദർ പ്രകാരമാണ് നടക്കുന്നത്. പക്ഷെ അത് അള്ളാഹു എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതേപോലെയാണ് എന്ത് ഇവിടെയും. ഇപ്പോൾ ഒരു സാഹിറിന് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരാൾ എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു രൂപത്തിലും ഉപദ്രവിക്കാൻ പറ്റൂല. പക്ഷെ അള്ളാഹിൻ്റെ അനുമതി എന്ത് ചെയ്യണം? അവിടെ ഉണ്ടാകണം. ഈ ആയത്ത് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് എന്ന ആയത്ത്, അപ്പോൾ ഒരു കാര്യത്തിൻ്റെ ഷർറിനെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് കാവലിനെ തേടുക. എപ്പോഴാണ് കാവലിനെ തേടുക? അതിലെന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാകണ്ടേ? ഒരു സ്വാധീനവും ഇല്ല എങ്കിൽ അതിൽ നിന്ന് ശരണം തേടുന്നതിന് എന്താ അർത്ഥമുള്ളത്? അപ്പം ഈ ആയത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് സിഹറിന് എന്തുണ്ട്? ഹഖീഖത്തുണ്ട്. സിഹറിന് സ്വാധീനമുണ്ട്. അതെന്ത് ചെയ്യും? സ്വാധീനം ഉണ്ടാക്കും അള്ളാഹുവിൻ്റെ ഉദ്ദേശമുണ്ട് എങ്കിൽ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാൻ, ദലാലത്തുൻ അലാ തഅ്സീരി സിഹർ വ അന്ന ലഹു ഹഖീഖ. ഇതിനെന്തുണ്ട്? ഹഖീഖത്തുണ്ട്, ഇതിന് സ്വാധീനമുണ്ട് സിഹറിന്. വഖദ് അൻകറ ദാലിക ത്വായിഫത്തുൻ മിൻ അഹ്ലിൽ കലാമി മിനൽ മുഅ്തസിലതി വഗൈരിഹിം. ഇത് നിഷേധിച്ചവരാരാ? അഹ്ലുൽ കലാമിൽപ്പെട്ട ചില മുഅ്തസിലകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന സിഹറിന് യാഥാർത്ഥ്യമില്ല, സിഹറിന് യാതൊരു സ്വാധീനവുമില്ല, അത് വെറും ഒരു മാജിക്ക് മാത്രമാണ്, കണ്ണിനിങ്ങനെ തോന്നുന്നത് മാത്രമാണ് എന്ന് പറഞ്ഞു വെച്ചതാരാ? മുഅ്തസിലാക്കളും അവരുടെ കൂടെ നടക്കുന്ന ചില കലാമിൻ്റെ ആളുകളും. അവരെന്താ പറഞ്ഞത്? ഇന്നഹു ലാ തഅ്സീറ ലിസ്സിഹ്രി അൽബത്ത. സിഹറിന് എന്തില്ല? യാതൊരു സ്വാധീനവുമില്ല. ലാ ഫീ മറലിൻ, രോഗം ഉണ്ടാക്കൂല, വലാ ഖത്ലിൻ, അതിന് വധിക്കാൻ പറ്റൂല, വലാ ഹല്ലിൻ വലാ അഖ്ദിൻ, ഒന്നും എന്തില്ല ഇല്ല. ഇന്നമാ ദാലിക തഖയ്യുലുൻ ലിഅഅ്യുനിൻ നാദിരീൻ. അത് കണ്ണിനെന്തെയാണ്? ഒരു ചില തോന്നലുകൾ തോന്നിപ്പിക്കൽ മാത്രമാണ് സിഹർ കൊണ്ടുണ്ടാകുന്നത്. ലാ ഹഖീഖത ലഹു സിവാ ദാലിക, അതല്ലാത്ത യാതൊരു യാഥാർത്ഥ്യവും സിഹറിനില്ല. വഹാദാ ഖിലാഫു മാ തവാതറത് ബിഹിൽ ആസാറു അനി സ്വഹാബത്തി വസ്സലഫ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, സലഫുകളിൽ നിന്ന് വന്ന, മുൻഗാമികളിൽ നിന്ന് വന്ന അസറുകൾ, അവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, സ്വഹാബാക്കളിൽ നിന്ന് വന്ന വാക്കുകൾ, ഇതിനൊക്കെ വിരുദ്ധമാണെന്ത്? ഈ പറഞ്ഞ മുഅ്തസിലാക്കൾ പറഞ്ഞു വെച്ച ഈ അടിസ്ഥാനം. വത്തഫഖ അലൈഹിൽ ഫുഖഹ, ഫുഖഹാക്കൾ യോജിച്ച കാര്യമുണ്ട്, അതിനും വിരുദ്ധമാണ്. വ അഹ്ലു തഫ്സീരി വൽ ഹദീസ്, തഫ്സീറിൻ്റെയും ഹദീസിൻ്റെയും ആളുകൾ പറഞ്ഞതിന് വിരുദ്ധമാണ്. വ അർബാബുൽ ഖുലൂബി മിൻ അഹ്ലി തസവ്വുഫി വമാ യഅരിഫുഹു ആമ്മത്തുൽ ഉഖല, ബുദ്ധിമാന്മാരായ ആളുകളൊക്കെ മനസ്സിലാക്കിയതിന് വിരുദ്ധമാണ് ഈ പറയുന്ന ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. വസ്സിഹ്റുല്ലദി യുഅസ്സിറു മറലൻ വസിഖലൻ വഹല്ലൻ വഅഖ്ദൻ വഹുബ്ബൻ വബുഗ്ളൻ വതസ്യീനൻ വഗൈറ ദാലിക മിനൽ ആസാർ. അപ്പോൾ സിഹർ കൊണ്ട് പരസ്പരം സ്നേഹമുണ്ടാകും, അതേപോലെ തന്നെ പരസ്പരം ചിലപ്പോൾ വിദ്വേഷം ഉണ്ടാകും, രോഗത്തിനെന്തെയും അത് കാരണമായി തീരും, ഒക്കെ എന്തെയും ഉണ്ടാകും എന്ന് പറയാം. എന്നിട്ട് അതിനുള്ള തെളിവ് എന്താണ്? വമിൻ ശർരി അന്നഫാസാതി ഫിൽ ഉഖദ് ദലീലുൻ, ഇത് തെളിവാണ്, അല അന്ന ഹാദൻ നഫ്സ, ഈ ഊദ എന്നുള്ള സംഭവം യളുറുൽ മസ്ഹൂർ, അത് ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണോ
ഊതുന്നത് അവനെന്ത് ചെയ്യും? ഉപദ്രവമുണ്ടാക്കും. ഫീ ഹാലി ഗൈബതിഹി അൻഹു, എപ്പോഴാണത്? അവനിൽ നിന്ന് വിദൂരമായ സ്ഥലത്തു നിന്നായിരിക്കും എന്ത് ചെയ്യുക? സാഹിർ ഈ പണിയൊക്കെ ചെയ്യാം. എന്നാൽ എന്തുണ്ടാവും? അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉപദ്രവം ഉണ്ടാവും. വലൗ കാന الضرر لا يحصل إلا بمباشرة البدن ظاهرا لم يكن للنفس ولا للنفاثات شر يستعاذ منه. وأيضا فإذا جاز على الساحر أن يسحر جميع أعين الناظرين مع كثرتهم حتى يروا الشيء بخلاف ما هو به مع أن هذا تغير في إحساسهم. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മറുപടി കൊടുക്കുകയാണ്. ചില ആൾക്കാർ പറഞ്ഞല്ലോ ഇത് കണ്ണിന് മാത്രം ബാധിക്കുന്ന ഒരു മാറ്റം മാത്രമാണ്, അതല്ലാതെ ശരീരത്തിനോ മറ്റോ യാതൊരു പ്രയാസവും ഈ സിഹർ കൊണ്ട് ഉണ്ടാകൂല എന്ന് പറയുന്ന ആളുകൾക്ക് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അത്രയും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ കണ്ണിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിങ്ങനല്ല എന്ന് തോന്നിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണ് എങ്കിൽ ഫമല്ലദി യുഹീലു തഅ്സീറഹു ഫീ തഗ്യീരി ബഅലി അഅറാലിഹിം വഖുവാഹും വതിബാഇഹിം. അങ്ങനെയാണെങ്കിൽ നഫ്സിന്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് രോഗമോ പ്രയാസമോ ഉണ്ടാകുന്നതിൽ എന്ത് തടസ്സമാണുള്ളതെന്ന്. അപ്പൊ കാഴ്ചക്ക് എന്തുണ്ടാകും? ചില തടസ്സം ഉണ്ടാകുമെങ്കിൽ ബാക്കിയുള്ള അവയവങ്ങൾക്കും ശരീരത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങൾക്കും പ്രയാസമുണ്ടാകുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? വമൽ ഫർഖു ബൈന തഗ്യീരിൽ വാഖിഇ ഫി റുഅ്യ വത്തഗ്യീരി ഫി സിഫത്തിൻ ഉഖ്റാ മിൻ സിഫാത്തിൻ നഫ്സിൽ ബദൻ. അപ്പോൾ കാഴ്ചക്ക് മാറ്റം ഉണ്ടാകും, യഥാർത്ഥ കാഴ്ചയിൽ നിന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിനും എന്തുണ്ടാകാം? അതേപോലെ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് ഷെയ്ഖ് അവസാനിപ്പിക്കുകയാണ്, അതായത് ഫസ്സിഹ്റു ലഹു ഹഖീഖ, സിഹറിന് എന്തുണ്ട്? ഹഖീഖത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് വിരുദ്ധമായി പറയുന്ന ആളുകൾക്ക് എന്തില്ല? യാതൊരു തെളിവും ഈ വിഷയത്തിലില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരുപാട് പണ്ഡിതന്മാർ അതിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖത്താബി റഹിമഹുല്ലാ തൻ്റെ അലാമുൽ ഹദീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞു വെക്കുകയാണ്, അസ്സിഹ്റു സാബിത്തുൻ, സിഹർ സ്ഥിരപ്പെട്ട വിഷയമാണ്. വഹഖീഖതുഹു മൗജൂദ, അതിൻ്റെ യാഥാർത്ഥ്യം ഉള്ളതാണ്. വഖദ് ഇത്തഫഖ അക്സറുൽ ഉമം, എല്ലാ സമൂഹവും എന്ത് ചെയ്തിട്ടുണ്ട്? അധിക സമൂഹവും ഇതുണ്ട്, ഇതിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയതാണ്. മിനൽ അറബ്, അറബികളിൽപ്പെട്ട, വൽ ഫുർസ് വൽ ഹിന്ദ്, ഇന്ത്യയും എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു പറയുന്നുണ്ട്. വബഅദുർ റൂം, ചില റോമക്കാരും, അല ഇസ്ബാതിഹി. വഹഉലാഹി മിൻ അഫ്ളലി സുക്കാനി വാസിതത്തിൽ അർള്, ഭൂമിയിൽ കടന്നുപോയ ഏറ്റവും അഫ്ളലായ ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ. വഅക്സറുഹും ഇൽമൻ വഹിക്മ, നല്ല ഇൽമുള്ള ഹിക്മത്തുള്ള ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ. അപ്പോൾ ഇവരൊക്കെ സ്ഥിരപ്പെടുത്തിയ വിഷയമാണെന്ത്? സിഹറിന് ഹഖീഖത്തുണ്ട്, സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സിഹറിനെ കുറിച്ച് പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് സിഹർ രണ്ട് രൂപത്തിലാണെന്നാണ്. സിഹർ രണ്ട് രൂപത്തിൽ. ഒന്നാമത്തേത് ഹഖീഖിയായ സിഹർ, ഈ ശരീരത്തിന് രോഗം ബാധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചതും. എന്നാൽ അതേ സന്ദർഭത്തിൽ സിഹർ തഖീലി എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്, അതായത് തോന്നിപ്പിക്കൽ. യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ കണ്ണുകൾക്ക് എന്ത് ചെയ്യും? അങ്ങനെ തോന്നിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ട് സിഹറും വിശുദ്ധ ഖുർആനിലൂടെ അതേപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട വിഷയമാണ്. രണ്ട് സിഹറുകളും സാബിത്താണ്, സിഹർ ഹഖീഖിയും സിഹർ തഖീലി രണ്ടും. എന്നാൽ സിഹർ എന്ന പ്രവർത്തനം അത് ഒഴിവാക്കേണ്ടതും വൻപാപത്തിലുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്, നിങ്ങൾ എന്ത് ചെയ്യണം? 7 വൻപാപങ്ങളെ നശിപ്പിച്ചു കളയുന്ന ആ തിന്മയെ നിങ്ങൾ വെടിയേണ്ടതുണ്ട്. ആ തിന്മ ഏത് എന്ന് പറയുന്നിടത്ത് എടുത്തു പറഞ്ഞതാണെന്ത്? സിഹർ. അസ്സിഹർ, സിഹർ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. കാരണം സിഹറിലൂടെ ഉണ്ടാകുന്നത് എന്താ? മറ്റൊരാളെ ദ്രോഹിക്കലാണ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കലാണ്. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലാ ളററ വലാ ളിറാർ, സ്വന്തത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കലുമില്ല, ബാക്കിയുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കലുമില്ല. അപ്പോൾ ഇത് ഒരുപാട് സിഹറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നവാഖിദുൽ ഇസ്ലാം എന്ന പുസ്തകം വിശദീകരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? എന്താണ് സിഹർ എന്നും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നും എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ, വിശദാംശങ്ങൾ എന്ത് ചെയ്യാം? ആ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് പറഞ്ഞു, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷർറിൽ നിന്ന്. അതെന്തുകൊണ്ടാണ് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്? അവിടെയാണ് മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത്,
അറബികളിൽ ലിഅന്നൽ ഗാലിബ ഇൻദൽ അറബ് അൻ യതആത സിഹ്റ അന്നിസാ, അറബികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഏറ്റവും കൂടുതൽ ഈ സിഹറിന്റെ പണി ചെയ്തിരുന്നത് ആൾക്കാരാരാണ്? സ്ത്രീകളാണെന്നാണ്. കാരണം പറയുന്നത് ലിഅന്ന നിസാഅഹും ലാ ശുഗ്ല ലഹുന്ന ബഅദ തഹിയതി ലവാസിമി ത്വആമി വൽ മാഇ വൻ നദാഫ. കാരണം വീട്ടുകാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തില്ല, യാതൊരു ശുഗലുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഫലിദാലിക യക്സുറു ഇൻകിബാബുഹുന്ന അലാ മിസ്ലി ഹാദിഹി സഫാസിഫ്. ഇങ്ങനെ വേണ്ട അത്തരത്തിലൊക്കെ എന്ത് ചെയ്യും? അവർ വ്യാപൃതരാകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾ എന്ത് ചെയ്തത് ഇവിടെ എടുത്തു പറഞ്ഞത്. അറബികളിൽ സ്ത്രീകളായിരുന്നു സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യാപകമായി ചെയ്തിരുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുവിൻ്റെ അസൂയയിൽ നിന്നും എന്ത് ചെയ്യുന്നു? ശരണം തേടുന്നു. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്തത്? ശരണം തേടിയത്. ഒന്ന് രാത്രിയുടെ ഷർറ്, മറ്റൊന്ന് കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷർറ്, മൂന്നാമത്തേത് അസൂയ വെച്ച് പുലർത്തുന്ന ആളുകളുടെ ഷർറിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, കാന ഇദശ്തക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന് എന്തെങ്കിലും വേദന ഉണ്ടായി കഴിഞ്ഞാൽ റഖാഉ ജിബ്രീൽ, ജിബ്രീൽ എന്ത് ചെയ്യും? റുഖിയ ചെയ്യും. ജിബ്രീൽ മന്ത്രിക്കും. ബിസ്മില്ലാഹി യുബ്രീക് വമിൻ കുല്ലി ദാഇൻ യശ്ഫീക് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. എല്ലാ അസൂയാലുവിൻ്റെ അസൂയയിൽ നിന്നും അള്ളാഹു താങ്കൾക്ക് ശരണം നൽകട്ടെ, താങ്കൾക്ക് കാവൽ നൽകട്ടെ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, രാവിലെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു തുടങ്ങി. രാവിലെ തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ആദ്യം പറയുന്നത് സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും ഷർറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് 3 കാര്യങ്ങളെ തൊട്ട് എന്ത് ചെയ്തു? കാവലിനെ തേടി. 3 കാര്യങ്ങളെ തൊട്ടാണ് കാവലിനെ തേടിയത്. ആ 3 കാര്യങ്ങളും ഗോപ്യമായ കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളും ഖഫിയായ ഗോപ്യമായ കാര്യത്തിലാണ് എണ്ണിയിട്ടുള്ളത്. ഒന്ന് രാത്രി എന്നത്, മറ്റൊന്ന് കെട്ടുകളിൽ ഊതുക എന്നുള്ളത് ഗോപ്യമായ പ്രവർത്തനമാണ്. മൂന്നാമത്തത് അസൂയ എന്നുള്ളതും എന്താണ്? ഗോപ്യമായ പ്രവർത്തനമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അസൂയ നേരിട്ട് കാണാനൊന്നും നമുക്ക് പറ്റൂല. പിന്നെ ആ അസൂയ വെക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? തുറന്നു പറയണം ആ രൂപത്തിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാൻ പറ്റുള്ളൂ? അവൻ എന്നോട് അസൂയയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതാണ് ഈ സൂറത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ശരണം തേടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഫഫീഹി അന്നൽ ഐന ഹഖ്ഖുൻ. ഈ ആയത്തിൽ എന്ത് തെളിവുണ്ട്? കണ്ണേറ് എന്നത് സത്യമാണ് എന്നതിനുള്ള തെളിവ് ഈ ആയത്തിലുണ്ട്. കാരണം അസൂയയിൽ നിന്നാണ് എന്ത് ഉടലെടുക്കുക? കണ്ണേറ് ഉടലെടുക്കുക എന്നുള്ളതാണ്. അസൂയയിൽ നിന്ന് എന്ത് ചെയ്യും? കണ്ണേറുണ്ടാകും എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി ആരാണ് ഈ അസൂയ വെച്ച് പുലർത്തുന്നവൻ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാസിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസൂയ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹുവല്ലദി യുഹിബ്ബു സവാലൻ നിഅമതി അനിൽ മഹ്സൂദ്. ആർക്കാണോ ഓൻക്ക് അസൂയുള്ളത്, ആരോടാണോ അസൂയുള്ളത്, ഓൻ്റെ നിഅമത്ത് നീങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആഗ്രഹിക്കും. ഓൻക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിൻ്റെ പേരിലാണ് എന്ത് ചെയ്യാം? അസൂയ വെച്ച് പുലർത്തുക. ആ അനുഗ്രഹം എന്ത് ചെയ്യണം? ഓനിൽ നിന്ന് നീങ്ങിപ്പോകണം എന്നാഗ്രഹിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മോശമായ നഫ്സിൻ്റെ അടയാളമാണ് എന്ത്? അസൂയ നമുക്കൊരാളോട് തോന്നാന്നുള്ളത്. കാരണം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, നല്ല നഫ്സിന് നല്ല രൂപത്തിൽ ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അസൂയ എന്ത് ചെയ്യൂല? ഉണ്ടാവില്ല. കാരണം അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സഹോദരന് ലഭിച്ച അനുഗ്രഹം, നല്ല കാര്യം, അതിൽ വെറുപ്പുണ്ടാവുക എന്നുള്ളതാണ്. ശരിക്കും ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരൻ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വന്തം നഫ്സിന് ഇഷ്ടപ്പെടുന്നത് ആർക്കും ഇഷ്ടപ്പെടണം, തൻ്റെ സഹോദരനും എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഒരാളുടെ ഈമാനും പൂർണ്ണാവൂല സ്വന്തം നഫ്സിന് ലഭിക്കുന്നത് എന്ത് ചെയ്യണം? ബാക്കിയുള്ള ആളുകൾക്കും നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ട് എങ്കിൽ ആ പ്രയാസത്തിൽ നമുക്കും എന്തുണ്ടാകണം? വേദന ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം, നമുക്ക് ലഭിക്കുന്ന ഈ നിർഭയത്വത്തോടു കൂടിയുള്ള ജീവിതം അവർക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കേണ്ടവരാണ് ആര്? മുസ്ലിമീങ്ങളായ സഹോദരന്മാർ. അപ്പോൾ അവർക്കൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് മറു രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമായ വ്യക്തി പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ സന്തോഷിക്കാൻ എന്തില്ല? ഒരു മുസ്ലിമിന് വകുപ്പില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പം ആ ഒരു വലിയ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്, ഈ അസൂയാലുവിൽ നിന്ന് ഇല്ലാതായി പോകുന്നുണ്ട്. അസൂയയുടെ ഏറ്റവും തുടക്കമാണെന്ത്, ഒരാൾക്ക് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ഒരു കറാഹത്ത് ഉണ്ടാവുക, ഒരു ഇഷ്ടമില്ലായ്മ, അതുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എന്താണ്, അസൂയയുടെ തുടക്കമാണ്. എന്നാൽ അസൂയയുടെ ഏറ്റവും ഒടുക്കമാണെന്ത്, അത് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കുക, അത് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, എന്തുകൊണ്ടാണ് ഇവിടെ അസൂയാലുവിൻ്റെ തിന്മയിൽ നിന്ന് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയാനുള്ള കാരണം. മറിച്ച് എന്ത് പറഞ്ഞിട്ടില്ല, കണ്ണേറിനെ കുറിച്ചൊന്നും പറയാതെ അസൂയയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആ ആയത്തിൻ്റെ പരിധിയിൽ എന്തും വരും, കണ്ണേറും വരും എന്നുള്ളതാണ്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. جاء في سورة ذكر الحاسد دون العائن لأنه أعم فكل عائن حاسد ولا بد. എല്ലാ കണ്ണേറ് ഉണ്ടാകുന്ന ഒരു വ്യക്തി, അപ്പോൾ അവനിൽ എന്തുണ്ട്, അസൂയ ഉണ്ട് എന്നാണ്. അപ്പോൾ അസൂയയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് എന്ത് വരിക, കണ്ണേറ് വരിക. അപ്പോൾ ഹാസിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യും, ഈ കണ്ണേറും ഉൾപ്പെടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു അസൂയ വെച്ച് പുലർത്തുന്ന വ്യക്തി അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. 5 രൂപത്തിൽ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്, അള്ളാഹുവിനോടാണെന്നാണ്. ഒന്നാമത്തേത് പറഞ്ഞു വെക്കുന്നത് അന്നഹു അബ്ഗല കുല്ല നിഅമത്തിൻ ലഹറത അലാ ഗൈരിഹി, മറ്റുള്ള വ്യക്തികളിൽ പ്രകടമായ അനുഗ്രഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, വെറുക്കുന്നുണ്ട്. അപ്പോൾ ആ അനുഗ്രഹം ആരാ കൊടുത്തത്, അള്ളാഹുവാണ് കൊടുത്തത്. ആ അനുഗ്രഹത്തെയാണ് എന്ത് ചെയ്യുക, വെറുക്കുക. അതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തേത് അന്നഹു സാഖിതുൻ ലിഖിസ്മതി റബ്ബിഹി കഅന്നഹു യഖൂൽ ലിമാ ഖസംത ഹാദിഹിൽ ഖിസ്മ, ഓൻ അള്ളാഹു നൽകിയതിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. ഓൻ നേരിട്ട് ചോദിക്കാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് അള്ളാഹു ഇവൻ ഈ അനുഗ്രഹം കൊടുത്തത്, എന്തിന് അള്ളാഹു കൊടുത്തു എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഓൻ ചോദിക്കാതെ ഓൻ്റെ ഉള്ളിൽ ആ ചോദ്യമുണ്ട്. മൂന്നാമത്തേത് അന്നഹു ലാദ്ദ ഫിഅലല്ലാഹ് ഐ അന്ന ഫദ്ലല്ലാഹി യുക്തീഹി മൻ യശാ വഹുവ യബ്ഖലു ബിഫദ്ലില്ലാഹ്. അള്ളാഹു അവൻ്റെ ഫദ്ൽ എന്ത് ചെയ്യും, അവൻ ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കും. പക്ഷെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു കൊടുത്തതിൽ പിശുക്ക് കാണിക്കുന്നുണ്ട്. അള്ളാഹു എന്തിനു കൊടുത്തു എന്നതിൽ എന്തുണ്ട്, ഇവന് പിശുക്കുണ്ട്. അപ്പോൾ അള്ളാഹു ചെയ്ത പ്രവർത്തനത്തോട് എന്ത് ചെയ്യാം, അതിന് എതിരെ നിൽക്കുകയാണ് ഇവൻ ചെയ്യുന്നത് എന്നാണ്. നാലാമത്തേത് അന്നഹു ഖദല ഔലിയാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ നിന്ദിക്കുന്നത്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിലെന്ത് ചെയ്യാം, ഇവൻ വെറുപ്പ് വെച്ച് പുലർത്തുന്നതാണ് ഇവൻ ചെയ്യുന്നത്. അഞ്ചാമത്തേത് അന്നഹു അആന അദുവഹു ഇബ്ലീസ്, ശത്രുവായ അള്ളാഹുവിൻ്റെ ശത്രുവായ ഇബ്ലീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഏത്, ഈ അസൂയ വെച്ച് പുലർത്തുന്നതിലൂടെ. വേറെ രൂപത്തിനും പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞു വെക്കുന്നത് ഒന്നാമത്തേത്, ഈ അസൂയാലു ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിഅന്നഹു യസിലു ഇലൽ ഹാസിദി ഖംസു ഉഖൂബാത്ത് ഖബ്ല അൻ യസില ഇലൽ മഹ്സൂദി മക്റൂഹുൻ. അതായത് അസൂയാലു ആരിലാണോ അസൂയ വെച്ച് പുലർത്തുന്നത്, അവന് ഒരു മോശമായ കാര്യം വന്നു ഭവിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഈ അസൂയാലുക്ക് പ്രശ്നം ഉണ്ടാവുന്ന. അസൂയ വെച്ച് പുലർത്തുക എന്നുള്ളത് മനഃശാസ്ത്രപരമായി തന്നെ എന്താണ്, അവൻ്റെ മനസ്സിന് കുഴപ്പമുണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞു വെക്കാറുള്ളത്. പണ്ഡിതന്മാർ പറയുന്നത്, അവൻ ആരോടാണോ അസൂയ വെച്ച് പുലർത്തുന്നത്, അവനൊരു മോശമായ കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് ആർക്കുണ്ടാകും, ഈ അസൂയ വെച്ച് പുലർത്തിയ ആൾക്ക് ഉണ്ടാവുന്നതാണ്. ഒന്നാമത്തേത് ഗമ്മുൻ ലാ യൻഖതി, മുറിഞ്ഞു പോകാത്ത വിഷമം ഉണ്ടാകും. കാരണം ഈ അനുഗ്രഹം കാണുന്ന സന്ദർഭത്തിലെല്ലാം ഓനക്ക് എന്താ ഉണ്ടാവുക, ഓനക്ക് വിഷമാണ് ഉണ്ടാവുക. മറിച്ച് എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഉണ്ടാവുക, സന്തോഷമാണ് ഉണ്ടാകുക. ഒരു മുഅ്മിനിന് അനുഗ്രഹം കാണുമ്പോൾ സന്തോഷമുണ്ടാകും എന്ന് മാത്രമല്ല, അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യാം, റബ്ബേ എനിക്കും എന്ത് ചെയ്യണം, ആ അനുഗ്രഹം നീ നൽകണം എന്ന പ്രാർത്ഥനയാണ് അവനിൽ നിന്നുണ്ടാവുക. രണ്ടാമത്തേതോ മുസീബത്തുൻ ലാ യുജ്റു അലൈഹി, മുസീബത്താണ്. ഇങ്ങനെയുള്ള ചിന്തകൾ എന്താണ്, മുസീബത്താണ്, യാതൊരു പ്രതിഫലം എന്ത് ചെയ്യൂല, അവന് ലഭിക്കൂല. മൂന്നാമത്തേത് മദമ്മത്തുൻ ലാ യുഹ്മദു ബിഹാ, അത് അള്ളാഹു ദമ്മ് ചെയ്തതാണെന്ത്, അസൂയ എന്നുള്ളത്. ആ ദമ്മ് ചെയ്ത ആൾക്കാരിൽ ആരുൾപ്പെടും, ഈ പറയുന്ന വ്യക്തി ഉൾപ്പെടും. നാലാമത്തേത് യുസ്ഖിതു അലൈഹി റബ്ബ്, അള്ളാഹ് എന്ത് ചെയ്യും, ഓനെ കോപിക്കും. അഞ്ചാമത്തേത് തുഗ്ലഖു അലൈഹി അബ്വാബു തൗഫീഖ്, തൗഫീഖിന്റെ വാതിലുകൾ എന്ത് ചെയ്യും, അടക്കപ്പെടും, തൗഫീഖ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ അസൂയ വെച്ച് പുലർത്തിയാൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുറിഞ്ഞു പോകാത്ത വിഷമം എന്ത് ചെയ്യും, അവൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് ഒരു അനുഗ്രഹം തടഞ്ഞു വെച്ചിട്ടുണ്ട് എങ്കിൽ അതിലെന്തെങ്കിലും ഹൈർ ഉണ്ടാകും എന്നാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ
വിചാരിക്കേണ്ടത്. എന്നിട്ട് അവസാനം നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നെന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റബ്ബുൽ ഫലഖിനോടാണ് നമ്മൾ ശരണം തേടുന്നത്, പുലരിയുടെ റബ്ബിനോട്. അപ്പം പുലരി ഉണ്ടാകുന്നത് എപ്പോഴാണ്? രാത്രി പൊട്ടിയിട്ടാണ് എന്ത് ചെയ്യുക, പുലരി വരിക. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, റബ്ബുൽ ഫലഖ് എന്ന് ആദ്യം പ്രയോഗിച്ചു, എന്നിട്ട് അതിന് ശേഷമുള്ള പ്രയോഗത്തിനൊക്കെ എന്തുമായി ബന്ധമുണ്ട്? ഈ റബ്ബുൽ ഫലഖ് എന്ന പ്രയോഗവുമായിട്ട് ബന്ധമുണ്ട് എന്നെന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അതെന്താണ് ബന്ധം എന്ന് പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ത് ചെയ്യുന്നത്, ഏതൊരു വിത്ത് മുളപ്പിക്കുന്നത് ആരാ? അള്ളാഹുവാണ്. ഫാലിഖുൽ ഹബ്ബി വന്നവ, അള്ളാഹുവാണ് അത് മുളപ്പിക്കുക. അപ്പോൾ ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് എന്ത് പ്രയാസമില്ല, ഈ പറയുന്ന കെട്ടുകളിൽ ഊതപ്പെട്ട ആ കെട്ടുകൾ അതിനില്ലാതാക്കുന്നതിൽ എന്തില്ല, അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. അതേപോലെ തന്നെ അസൂയാല് വെച്ച് പുലർത്തുന്ന അസൂയ, അതിനെയും ഇല്ലാതാക്കുന്നതിന് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല എന്നാണ് ഈ പറയപ്പെടുന്ന ആയത്തുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നിത്യവും കാവലിനെ തേടിക്കൊണ്ടേയിരിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമാണ്, അള്ളാഹുവിനോട് കാവൽ തേടാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരുപാട് തൗഫീഖുകൾ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെടും. രാവിലത്തെ പ്രാർത്ഥനകളിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണെന്ത്, ലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. റബ്ബേ എന്ത് ചെയ്യരുത്, എൻ്റെ നഫ്സിനെ നീ എന്ത് ചെയ്യരുത്, എന്നിലേക്ക് ഏൽപ്പിക്കരുത് എന്ന്. കാരണം അള്ളാഹു നമ്മുടെ നഫ്സിനെ നമുക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, തടുത്തു നിർത്താൻ പറ്റൂല. അവിടെ ഉപയോഗിച്ച ലഫ്ള് എന്താ, ത്വർഫത ഐൻ എന്നാണ്. അതായത് കണ്ണിമ വെട്ടുന്ന ആ സമയം പോലും എന്ത് ചെയ്യണ്ട, എന്നിലേക്ക് ഏൽപ്പിക്കേണ്ടെന്ന്. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യൂല, നമുക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. എല്ലാ വാതിലുകളും അടക്കപ്പെട്ടതുപോലെ തോന്നും, ഒരു ഖൈറും ലഭിക്കാത്ത ഒരു പ്രതീതി എന്തുണ്ടാവും, നമുക്കുണ്ടാവും. അള്ളാഹു നമ്മിലേക്ക് നമ്മുടെ നഫ്സ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും തിന്മയോട് പേടി ഉണ്ടാവുക, അതേപോലെ തന്നെ ആ ഷർറ് എൻ്റെ ജീവിതത്തിൽ വരുമോ എന്ന് ഭയപ്പെടുക, ഇതൊക്കെ ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ സവിശേഷമായ ഗുണമാണ്. അപ്പം അങ്ങനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ശരണം തേടാൻ, അള്ളാഹുവിനോട് കാവലിനെ തേടാൻ നമുക്ക് തോന്നുകയുള്ളൂ. അപ്പോൾ നമ്മൾ അടിമകളാണ്, നമ്മൾ വീഴ്ച ഉള്ള ആളുകളാണ്, ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകണം എന്ന ഒരു ചിന്തയാണ് സൂറത്തുൽ ഫലഖ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും അവൻ്റെ കാവൽ പ്രതീക്ഷിച്ച് അവനോട് കാവലിനെ തേടുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.